വെൽക്കം ബാക്ക് ടു കുഞ്ഞാമനാസ് റെസിപ്പീസ്. നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ മാപ്പാസ് റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല, നെക്സ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ദെൻ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചത് ഇട്ട് കൊടുത്തു. ഇതെല്ലാം തമ്മിൽ നമ്മളൊന്ന് നല്ല മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം. നെക്സ്റ്റ് അത് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. പിന്നെ കറുവപ്പട്ട, ഏലക്കായ, പിന്നെ ഗ്രാമ്പൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ദെൻ ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കണം. ഈ വലിയ ജീരകം ഈ മസാല സ്പൈസസ് ഒക്കെ കിടന്നിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലോട്ട് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കനിലേക്ക് 3 സവാള എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറിയ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും വലിയതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളതൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വേവാനായിട്ട് അനുവദിക്കുക. പിന്നെ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മസാല നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ ഈ സവാളയും അതുപോലെ ചിക്കൻ്റെ മാരിനേറ്റും തമ്മിലൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. ദെൻ അത് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ദെൻ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ 2 പാൽ എടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. 2 പാൽ 2 തേങ്ങയുടെ 2 പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 പാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കുന്നതാണ്. അപ്പോൾ ഈ 2 പാൽ കിടന്നിട്ട് ഈ ചിക്കൻ വേവണം, നല്ല വെന്ത് കിട്ടണം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും അതുപോലെ തന്നെ ഗരം മസാലയും കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എരിവ് കുറവായതിനാൽ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാർ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തോളാം. നെക്സ്റ്റ് അത് നമ്മൾ നന്നായി വെന്ത് വന്നപ്പോൾ ഒരു 15 മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ 1 പാൽ ആഡ് ചെയ്ത് കൊടുത്തു. 1 പാൽ നല്ല തിക്കായിട്ടുള്ള 1 പാലാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ അതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ സ്പൈസസ് ഒക്കെ ഇല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ദെൻ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റുക. പിന്നെ കുറച്ച് പച്ചമുളകും കുറച്ചുകൂടെ എരിവ് കിട്ടാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കിടിലം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗീ റൈസിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ ചപ്പാത്തി, പത്തിരി അങ്ങനത്തെ ഇതിൽക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിലേക്കൊക്കെ മാച്ച് ആവുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.